യേശു രാജാവാണെന്ന് നാം മാത്രം പറഞ്ഞാൽ പോരാ. ഭൂമിയിലെ സകല ജനവും യേശു ക്രിസ്തു രാജാവാണെന്ന് പറയുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ലോകം പ്രഖ്യാപിക്കുന്നത്. യേശു ഒരു വെറും രാജാവല്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം മാത്രമല്ല, മറ്റൊന്നുകൂടെ യേശു എന്ന ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പ്. ലോകത്തിൽ ദൈവങ്ങളുടെ പേരിൽ അനേക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്രകാരമൊക്കെ നാം കേൾക്കുന്നുണ്ട്: ദൈവം സ്ഥിതിയും സൃഷ്ടിയും സംഹാരവുമാണ്. അതിലത് അവസാനിക്കുന്നു. ലോകത്തിൽ അനേക ദൈവങ്ങളുടെയും തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഒരുപക്ഷെ അവിടെ അവസാനിക്കുന്നു, ഒരുപക്ഷെ അല്ല, തീർത്തും അവിടെ അവസാനിക്കുന്നു. എന്നാൽ യേശു എന്ന ദൈവം ഒന്നുകൂടെ ലോകത്തിന് നൽകുന്നു. അതാണ് പരമാധികാരത്തിന്റെ അനുഭവം. ആരും വാഗ്ദാനം ചെയ്യാത്ത ഒരു ദൈവത്തിന്റെ മഹത്വത്തിന്റെ അടയാളം. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും മാത്രമല്ല, ഒന്നുകൂടെ ഉയർത്തെഴുന്നേൽപ്പ്. മരണത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന ഒരാധിപത്യം നൽകുന്ന അനുഭവത്തിലൂടെ യേശു ഈ ലോകത്തിന്റെയും സ്വർഗത്തിന്റെയും സർവാധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നത് പൂർത്തിയാക്കപ്പെടുകയാണ്. അത് അംഗീകരിക്കാതിരിക്കുവാൻ ഭൂമിയിലെ സ്വബോധമുള്ള ഒരു മനുഷ്യർക്കും സാധ്യമല്ല. അങ്ങനെ ആ ദൈവം തന്റെ മഹത്വം പൂർണ്ണമാക്കും. ഈ ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് നാം യേശു ആരാണെന്നറിയണം, യേശു എന്തിനു വേണ്ടി വന്നു എന്നറിയണം, യേശുവിന്റെ പ്രവർത്തനം എന്തിനു വേണ്ടിയാണെന്നറിയണം, യേശുവിന്റെ പ്രസംഗങ്ങളിലെ, യേശുവിന്റെ അറിയിപ്പുകളിലെ ഗൗരവമായ വിഷയങ്ങളെ കുറിച്ച് ബോധമുള്ളവരാകണം. എന്തുകൊണ്ട് ഈ കാലയളവിൽ ദൈവത്തിന്റെ വചനങ്ങളെ കുറിച്ച് വാസ്തവമായി മനസ്സിലാക്കുവാൻ ജനത്തിന് കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യേശുവിന്റെ വചനമാണ്. യേശുവിന്റെ കൂടെ 3-ലധികം വർഷം നടന്നിരുന്ന തന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും, ഭാര്യയെയും മക്കളെയും വസ്തുവകളെയും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ മരണം വരെ സഹിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ചു. പ്രത്യേകം ഓർക്കുക, യേശുവിനോട് ചോദിച്ച ആ വചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇടവരുത്തണം. അങ്ങ് ഈ രാജ്യം സ്ഥാപിക്കുന്നത് എപ്പോഴാണ്? അങ്ങയുടെ രാജ്യം. പ്രത്യേകം ഓർക്കുക, അങ്ങയുടെ രാജ്യം എപ്പോഴാണ് സ്ഥാപിക്കുന്നത്? ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ മറുപടികളെ കുറിച്ച് ഓർക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഈശോ അവർക്ക് മറുപടി നൽകി. ലോകത്തിന് ദൈവവചനത്തെ കുറിച്ച് മനസ്സിലാകുന്നില്ല എങ്കിൽ നാം അറിയേണ്ടത് നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നില്ല എന്നതാണ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്കത് അറിയാൻ കഴിയില്ല. ദൈവം തന്റെ വചനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഓർക്കുക, ദൈവം തന്റെ വചനങ്ങൾ ഒരു മനുഷ്യനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അപ്പോസ്തലന്മാരെ പോലെ ആയിത്തീരേണ്ടിയിരിക്കുന്നു. തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നവർക്ക് ആണ് യേശു തന്റെ തിരുവചനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരിക്കൽ അപ്പോസ്തലന്മാരെ യേശുവിനോടുകൂടെ വരുമ്പോ, ഒരു സ്ഥലത്ത് പോയി വരുമ്പോ
ഒരു പരസ്യ പ്രവർത്തനത്തിൽ നിന്ന് മടങ്ങുമ്പോ അപ്പസ്തോലന്മാര് എന്ന് പറയുന്ന തന്റെ ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ചു, യേശുവേ, റബ്ബേ, ഗുരു, അങ്ങ് ജനങ്ങളോട് ഉപമയിലൂടെ സംസാരിക്കുന്നു, എന്നാൽ ഞങ്ങളോട് ഉപമ കൂടാതെ സംസാരിക്കുന്നു. എന്താണ് ഇങ്ങനെ എന്ന് അപ്പസ്തോലന്മാര് ഈശോയോട് ചോദിച്ചു. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈശോ മറുപടി പറഞ്ഞു, നിങ്ങൾക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഓർക്കുക, എന്താണ് അതിന് വ്യത്യാസം? പൊതുജനങ്ങളോട് പ്രസംഗിക്കുമ്പോ ഉപമയിലൂടെ യേശു പ്രസംഗിച്ചു. എന്നാൽ തന്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങൾ ഉപമയിലൂടെയല്ല, വസ്തുതയിലൂടെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ജനത്തിന് ഉപമയിലും ശിഷ്യന്മാർക്ക് ഉപമയില്ലാതെ വസ്തുതയിലൂടെയും യേശു തന്റെ വചനങ്ങൾ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോ നാം അറിയുക, ഒരു വ്യത്യാസം പൊതുജനവും അപ്പസ്തോലന്മാരും തമ്മിലുണ്ട്. പൊതുജനവും അപ്പസ്തോലന്മാരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, അതറിയുക. അത് ശിഷ്യന്മാര്, അപ്പസ്തോലന്മാര് യേശുവിന് വേണ്ടി സ്വന്തം ജീവിതത്തെ തന്നെ സമർപ്പിച്ചു. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണവർ. അവർക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തപ്പെടുന്നത്. ഇന്ന് അനേക പുരോഹിതന്മാരെന്ന് പറയുന്നവര് ഞങ്ങളാണ് അധികാരികളെന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോ അവർ പറയുന്ന സുവിശേഷ വചനങ്ങളിലെ വ്യാഖ്യാനങ്ങൾ ഒരു യേശുവിന്റെ വചനത്തെ കുറിച്ച് പറയുമ്പോ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വചനങ്ങളാണ് ജനത്തെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് ഇതിനെ സാധിക്കുന്നില്ല? ദൈവവചനത്തെ വസ്തുനിഷ്ഠമായി ലോകജനത്തിന് ബോധ്യപ്പെടുത്തുവാൻ അവർക്ക് കഴിയാത്തതിന്റെ അനുഭവം അവർ പൂർണ്ണമായിട്ടും യേശുവിന് സമർപ്പിച്ചിട്ടില്ല. മറ്റൊന്ന് വളരെ വ്യക്തമായി ലോകത്തോട് പറയുകയാണ്, ദൈവം പ്രവർത്തിക്കുന്നത് ആരിലാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് അന്നത്തെ പുരോഹിതന്മാർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്നത്തെ പുരോഹിതന്മാർക്കും അതുതന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് ശരിയല്ല എന്ന് പറയുവാൻ അവർക്ക് സാധ്യമല്ല. അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും ഒരുപോലെയാണ്. ദൈവം പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുവാനുള്ള ബോധമെങ്കിലും അവർക്കുണ്ടാകുവാൻ അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കട്ടെ. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. യേശു ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഏൽപ്പിച്ചത് പുരോഹിതന്മാരെയല്ല, അപ്പസ്തോലന്മാരെയാണ്. അപ്പസ്തോലന്മാർ പുരോഹിതന്മാരായിരുന്നില്ല, അപ്പസ്തോലന്മാർ ആത്മായരായിരുന്നു. ഇനിയും ചരിത്രം എത്രയേറെ മാറി മറിഞ്ഞാലും, അല്ലെ ലോകത്തിന്റെ പ്രപഞ്ച പ്രവർത്തനങ്ങൾ എത്രയേറെ മാറി മറിഞ്ഞാലും യേശു അരുളി ചെയ്തു, ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയാലും എന്റെ വചനങ്ങൾ ഒരു നാളും അഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞ യേശുനാഥന്റെ വചനത്തിലൂടെ ഇനിയും ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു, ദൈവരാജ്യത്തിന്റെ സുവിശേഷം വാസ്തവമായും ലോകം അറിയുന്നത് അൽമായിലൂടെ, യേശുവിന്റെ അപ്പസ്തോല ദൗത്യത്തിലൂടെ മാത്രമായിരിക്കും എന്നും ഈ വചനം ലോകം മുഴുവൻ അറിയുവാൻ ഇത് ഇപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് സിഡിയിലൂടെ ലോകം മുഴുവൻ അറിയത്തക്ക വിധത്തിൽ പ്രാവർത്തികമാക്കുവാനും ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്കു തരികയാണ്. ഇതൊരു രഹസ്യമല്ല, പരസ്യം. ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, ദൈവരാജ്യത്തിന്റെ സുവിശേഷം യേശുനാഥൻ ലോകത്തോട് പ്രഖ്യാപിക്കുവാൻ ഏൽപ്പിച്ചത് അപ്പസ്തോലന്മാരെയാണ്, പുരോഹിതന്മാരെയല്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ച അവസരത്തിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോ
മാർപ്പാപ്പയാകുന്നതിന് പുരോഹിതനാകേണ്ട ആവശ്യമില്ല എന്ന വാക്യം ഇടയ്ക്കിടയ്ക്ക് ടിവിയിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓർക്കുക, മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടേണ്ടതിന് പുരോഹിതനാകേണ്ടതില്ല എന്ന്. ഇത് സഭയുടെ ആധികാരികമായ നിയമത്തിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ തിരുവചനം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. യേശു തന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകത്തോട് പ്രസംഗിക്കുവാൻ ഏൽപ്പിച്ചത് അപ്പസ്തോലന്മാരെയാണ്. അപ്പോസ്തോലന്മാർ പുരോഹിതന്മാരായിരുന്നില്ല എന്ന്. ഇനിയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകം അറിയുന്നത്, വസ്തുനിഷ്ഠമായി ലോകം അറിയുന്നത് അപ്പസ്തോല ദൗത്യത്തിലൂടെ, അൽമായരിലൂടെ മാത്രമായിരിക്കും. അതിനുവേണ്ടി എത്ര കടുംപിടുത്തം പിടിച്ചാലും, എത്ര ബലപ്രയോഗങ്ങൾ നടത്തിയാലും അവർക്കതിന് സാധ്യമാകുകയില്ല എന്ന് ഉറക്കെ കർത്താവായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. ഇത് ഓർമ്മ എത്തട്ടെ. നിഷേധിക്കുവാൻ കഴിവുള്ളവർ നിഷേധിക്കട്ടെ, തെളിയിക്കട്ടെ. യേശു തന്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൽ മുഴുവനും പോയി ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുക. വിശ്വസിക്കുന്നവരുടെ മേൽ കൈകൾ വെച്ച് അവരെ സൗഖ്യപ്പെടുത്തുക. പിശാച് ബാധിതരെ മോചിപ്പിക്കുക, പിശാചിൽ നിന്ന് പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന് അപ്പസ്തോല ദൗത്യത്തിന് ദൈവം അധികാരം നൽകി. ഇന്ന് ആധികാരികമായി പിശാചിനെ ഒഴിപ്പിക്കുന്ന അധികാരികൾ എവിടെ? അത് ദൈവത്തിന്റെ ശക്തി പ്രകടനത്തിന്റെ അടയാളമാണത്. അന്ന് ഒരു പുരോഹിതന്റെ 7 മക്കൾ പിശാചുക്കളെ പുറപ്പെടുവിക്കുന്ന ഒരു പ്രവൃത്തിയിലൂടെ യേശുവിനെയും അപ്പസ്തോലന്മാരെയും കണ്ടു പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ ഒരു പിശാചി ബാധിതനോട് പുരോഹിതന്റെ മക്കൾ പറഞ്ഞു, നീ അവനെ വിട്ടു പോവുക എന്ന്. എന്നാൽ ആ പിശാചി ബാധിതൻ തിരിഞ്ഞു ചോദിച്ചു, നീ ആരാണ് ഞങ്ങളോട് വിട്ടുപോകുവാൻ കൽപ്പിക്കുവാൻ? യേശുവിനെ ഞങ്ങൾക്കറിയാം, യേശുവിന്റെ അപ്പസ്തോലന്മാരെ ഞങ്ങൾക്കറിയാം, നീ ആരാണ് ഞങ്ങളോട് ഒഴിഞ്ഞു പോകുവാൻ പറയാൻ എന്ന് ചോദിക്കുക മാത്രമല്ല, ഉടുതുണി പോലും അഴിച്ചെടുത്ത് കീറിപ്പറഞ്ഞ വസ്ത്രത്തോടുകൂടെ ആ 7 മക്കളും, പുരോഹിതന്റെ 7 മക്കളും ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ഇന്നും അത് തന്നെയാകും അടയാളം. പിന്നെ ചില തൂങ്ങിച്ചത്തവരുടെ പ്രേതം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പെടുമരണം പെട്ടുപോയവരുടെ പ്രേതങ്ങൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ദൂക്കിനി പൈശാചിക ശക്തികളെ ആരെങ്കിലും നീ പോവാ എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ പിശാചിന്റെ പ്രവർത്തനത്തെ കുറിച്ച്, പിശാച് എന്താണ്, ചെകുത്താൻ എന്താണ്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, അതിന് എത്ര നിറം, എത്ര ഗുണം, എത്ര പ്രവർത്തനം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അധികാരികൾ എവിടെ? എല്ലാം പിശാച് എന്ന് എഴുതി തീർക്കുന്ന പ്രസംഗിക്കുന്നവർ അറിയുക, പിശാചിന്റെ നിറമെന്ത്, പിശാചിന്റെ പ്രവർത്തന സ്വഭാവങ്ങൾ എന്ത്, പിശാച് എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കട്ടെ. തൊട്ടാൽ പുളിക്കും. അതെ, അഗസ്റ്റിൻ പുളിക്കൽ പറയുന്നു, പിശാചുക്കളെ തൊട്ടാൽ പുളിക്കും. ദൈവത്തിന് അനന്തമായ ശക്തി പ്രവർത്തിക്കുന്നവർക്കല്ലാതെ പൈശാചിക ശക്തികളുടെ മേൽ അധികാരം നടത്തുവാൻ സാധ്യമല്ല. അത് ദൈവം തന്റെ അപ്പസ്തോലന്മാർക്ക് നൽകി. ആ അപ്പസ്തോല ദൗത്യം തെളിയിക്കട്ടെ. പിശാചിന് എത്ര തരം പിശാചുണ്ട്? എന്താണ് പിശാച്? പിശാച് എന്തൊക്കെ ചെയ്യും? ദൂക്കിനി പിശാച് എന്തൊക്കെ ചെയ്യും? മനുഷ്യരുടെ ആത്മാക്കൾ ദുരാത്മാക്കളായാൽ അവരെന്തൊക്കെ ചെയ്യും? പഠിച്ചവരെവിടെ? ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകത്തെ പ്രസംഗിക്കണമെങ്കിൽ ആദ്യം ദൈവത്തെ കുറിച്ച് പഠിച്ചിരിക്കണം. രണ്ടാമത് ദൈവത്തിനെതിരായ പൈശാചിക ശക്തികളെ കുറിച്ച് പഠിച്ചിരിക്കണം.
മൂന്നാമത് മനുഷ്യന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം. ഇത് മൂന്ന് കാര്യങ്ങളും വളരെ വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടാതെ പഠിക്കാതെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ സാധ്യമല്ല. ഒന്നും ഉറക്കെ ക്രിസ്തുരാജ്യ സുവിശേഷ പ്രഘോഷണ സംഘത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഏതെങ്കിലും സഭാധികാരികൾ ഉണ്ടെങ്കിൽ ഇതിന് എതിരായി മറ്റെന്തെങ്കിലും തെളിയിക്കട്ടെ. ചില സഭാധികാരികളുടെ വാല് പിടിച്ചു നടക്കുന്ന പിശാചിന്റെ സന്തതികളായ അൽമായരെ യേശുവിനെ കുറിച്ച് നിങ്ങൾ അറിയുക, ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്തെന്ന് അറിയുക, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല എന്ന് പറയുക. വസ്തുനിഷ്ഠമായ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന് വെളിപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ കർത്താവിന്റെ അപ്പസ്തോലന്മാരൊന്നും മര്യാദക്ക് മരിച്ചിട്ടില്ല. അതെ, അതോർത്തുകൊണ്ട് തന്നെയാണ് അഗസ്റ്റിൻ പുളിക്കലും ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകത്ത് പ്രഖ്യാപിക്കുന്നത്. ഞാനും എത്ര ദിവസം ജീവിക്കുമെന്നോ എന്ന് മരിക്കുമെന്നോ എനിക്കറിയില്ല. ഞാൻ പറയുന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ഇന്ന് വിശുദ്ധ തോമാസ് ലീഹ എന്ന വിശുദ്ധന്റെ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു നാടകമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. യേശുവിന്റെ 12 ശിഷ്യന്മാരിലൊരായ തോമാസ് ലീഹ ഇന്ത്യയിലേക്ക് വന്നു. മൈലാപ്പൂർ വെച്ച് കർത്താവിന്റെ അപ്പസ്തോലനായ തോമാസ് ഒരു ആദിവാസിയുടെ കുന്തത്തിന്റെ കുത്തേറ്റ് മരിച്ചു വീണു. തന്റെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഒരു കാട്ടുജാതിക്കാരന്റെ കുന്തമുനയിൽ ഈ ഭൂമിയിലെ പ്രവർത്തനം അവസാനിച്ചു. അതുകൊണ്ട് മനുഷ്യ, നീ വിചാരിക്കുന്നുവോ യേശു ബലഹീനനാണെന്ന്? ഒരിക്കലും ദൈവമായ കർത്താവ് തന്റെ വചനം നിസാരമാക്കി തള്ളുകയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും അതൊരു നാളും ഇല്ലാതാവുകയുമില്ല എന്നറിയി ചെയ്തത് അവിടുന്ന് പൂർണ്ണമാക്കുകയാണ് ഇപ്പോഴും. വിശുദ്ധ തോമാസ് ലീഹ ഇന്നും ചരിത്രത്തിൽ വാഴുകയല്ല, ആണ് മനുഷ്യ മക്കളിൽ ജീവിക്കുകയാണ്. തനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവരെ ഈ ലോകത്തിലും സ്വർഗത്തിലും ഞാൻ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞത് വിശുദ്ധ തോമാസ് ലീഹായുടെ പ്രവർത്തനത്തിലൂടെ ഇന്ന് നാം കാണുകയാണ്. ഈ ലോകത്തിലും ജനം തോമാസ് ലീഹായെ മഹത്വപ്പെടുത്തുന്നു, സ്വർഗത്തിൽ ദൈവവും മഹത്വപ്പെടുത്തുന്നു. തനിക്ക് വേണ്ടി ജീവിക്കുന്നവരെ, തനിക്ക് വേണ്ടി മരിക്കുന്നവരെ ദൈവം മഹത്വപ്പെടുത്തും. ഞാനതിന് ഉത്തമ തെളിവായി തീരുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കാരെയും ഭയപ്പെടേണ്ടതില്ല. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വസ്തുനിഷ്ഠമായ സുവിശേഷം ലോകത്ത് വെളിപ്പെടുത്തുവാൻ ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? അന്ന് കർത്താവായ യേശു പുരോഹിതന്മാരെ ഭയപ്പെട്ടില്ല. യേശുവിനോട് പുരോഹിതന്മാർ ചോദിച്ചു, ഈ അധികാരം നിനക്കാര് തന്നു? യേശു ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ചോദിക്കുന്നതിന് സമാധാനം നിങ്ങളും പറയണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യം ചോദിച്ചപ്പോ ഞങ്ങൾക്കറിയില്ല എന്ന് മറുപടിയിൽ പുരോഹിതന്മാർ താഴ്ന്നുപോയി. അപ്പോൾ അതിന് മറുപടിയായി യേശു പറഞ്ഞു, എനിക്ക് ഈ അധികാരം എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല എന്ന് പറഞ്ഞത് അവസാനിപ്പിച്ചു. യേശു തന്റെ പ്രവർത്തനം മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. യേശുവിനെ അവർ ദൂഷിച്ചു കൊന്നു. ഇവന്റെ അധികാരവും പ്രസ്താവനകളും ഒക്കെ ഇതോടുകൂടി അവസാനിക്കുമെന്ന് അവർ കരുതി. എന്നാൽ 2009 കൊല്ലങ്ങളിലേക്ക് യേശുവിന്റെ ആ ജനനം മുതലുള്ള നാളുകൾ നീണ്ടു. ഈ 2009 കൊല്ലം കൊണ്ട് ഭൂമിയുടെ അതിർത്തികളോളം അത് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ 2/3 ഭാഗം മനുഷ്യരെ ക്രൈസ്തവരാക്കി. അങ്ങനെ യേശു തന്റെ ദൈവത്വം പ്രഖ്യാപിച്ചത് നടത്തുന്നു, തെളിയിക്കുന്നു. ആ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും ഞാൻ അത് തന്നെ പറയും. ഈ ക്രിസ്തുരാജ്യ സുവിശേഷ പ്രഘോഷണ സംഘത്തിന്റെ പ്രവർത്തനം വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തടസ്സപ്പെടുത്തുന്നത് ക്രൈസ്തവ സഭാധികാരികൾ എന്ന പുരോഹിതന്മാരാണ്. അവർ നിന്ന് പിന്മാറിയില്ല എങ്കിൽ ദൈവത്തിന്റെ അനന്തമായ മഹത്വത്താൽ യേശു പീലാത്തോസിന്റെ മുൻപിൽ വെച്ച് പറഞ്ഞ വാക്കിന്റെ അർത്ഥത്തിൽ ശാപവും ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരും. യേശു പീലാത്തോസിനോട് പറഞ്ഞു, പീലാത്തോസ്, ഈ നീതിമാൻ
പറഞ്ഞു, നിന്നേക്കാൾ കുറ്റം നിന്റെ മക്കൾ എന്നെ ഏൽപ്പിച്ചു തന്നവർക്കാണ് എന്ന് പറഞ്ഞപ്പോ പുരോഹിതന്മാർ വിളിച്ചു പറഞ്ഞു, അത് ആ കുറ്റം, അതിന്റെ ശിക്ഷ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും തെറിക്കട്ടെ എന്ന് പറഞ്ഞ ആ തലമുറയിലെ അനുഭവത്തിൽ ആ ശിക്ഷ പതിക്കും. ഇത് പറയുവാൻ കഴിഞ്ഞ 29 വർഷമായി ഈ പ്രവർത്തനത്തിലൂടെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും അവർക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇത് നടത്തുന്ന കർത്താവിന്റെ മഹത്വം അവരറിയും ഒട്ടും താമസിയാതെ. യേശു ഭൂമിയിൽ വന്നത് പാവപ്പെട്ട വേദനിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാനും പാപത്തിന്റെ തിന്മയുടെ അടിമത്തത്തിലേക്ക് പോകുന്നവരെ, അന്ധകാരത്തിലേക്ക് പോകുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാനാണ്. രക്തച്ചൊരിച്ചിൽ നിന്ന് സമാധാനത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുവാനാണ് യേശു വന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നവർ യേശുവിനെതിരാണ്. അതിനൊട്ടും മുന്നോട്ട് യേശുനാഥൻ വിടുകയില്ല. യേശുവിന്റെ പിതാവായ ദൈവം വിടുകയില്ല. യേശു തന്റെ പുത്രനായ മിശിഹായോട് പറഞ്ഞു, നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നിന്റെ പാദത്തിന്റെ കീഴിലാക്കുവോളം നീ എന്റെ വലത്തെ ഭാഗത്ത് ഉപവിഷ്ടനാകുക, ഇരിക്കുക എന്ന് പറഞ്ഞു. യേശുവിന്റെ ശത്രുക്കളെയെല്ലാം യേശുവിന്റെ പാദത്തിലാക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് സൈന്യങ്ങളുടെ കർത്താവായ ദൈവമാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മോശയുടെയും ദൈവമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പഴയ നിയമ ചരിത്രം വായിക്കട്ടെ, പഠിക്കട്ടെ. ആ ദൈവം ആരാണെന്ന്. അങ്ങ് അവിടത്തോട് മത്സരിക്കുന്നവരുടെ സ്ഥിതി ഭയാനകവും ദയനീയവുമായിരിക്കും. വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചവരെ 7 തലമുറ ഞാൻ ശിക്ഷിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവാണവൻ. മോശ ആര് പറഞ്ഞിട്ടാണ് നീ വന്നതെന്ന് രാജാവ് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും എന്ന് ദൈവത്തോട് ചോദിച്ചു. നിങ്ങളെ സൈന്യങ്ങളുടെ കർത്താവിനെ പരിചയപ്പെടുത്തി തരുന്നു, ഈ ഭൂമിയിലെ സകല ജനത്തെയും. ഇസ്രായേൽ ജനത്തെ വിട്ടുതരുവാൻ രാജാവിനോട് ചെന്ന് പറയുക എന്ന് മോശയോട് പറഞ്ഞപ്പോ മോശ ചോദിച്ചു, ആര് പറയുന്നെന്ന് പറയണം. രാജാവിനോട്, ഞാൻ ഇന്ന് രാഷ്ട്രീയനാണ്, ഞാൻ ഫറവോ രാജാവിന്റെ അടുത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ, ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിലേക്ക് വിടണമെന്ന് പറഞ്ഞാൽ രാജാവിനെ കൊന്നുകളയും, ഞാൻ നിസ്സാരനായ മനുഷ്യനാണ്, ആര് പറഞ്ഞെന്ന് പറയണം എന്ന് മോശ ചോദിച്ചപ്പോ ദൈവം അരുളി ചെയ്തു, തന്നെ പരിചയപ്പെടുത്തുന്നു, ഞാൻ തന്നെയാകുന്ന ഞാൻ അരുളി ചെയ്തു എന്ന് നീ പോയി പറയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ തന്നെയാകുന്ന ഞാൻ അരുളി ചെയ്തു എന്ന് നീ ചെന്ന് പറയുക എന്ന് പറഞ്ഞു. അതെ, ഒരേ ഒരു ഞാൻ, ആ ഞാൻ മാത്രമാണ് ഞാനായിട്ടുള്ളത്. ബാക്കിയുള്ള ഞാനുകളെല്ലാം നശിക്കും. ഇന്ന് ഞാനെന്ന് അഹങ്കരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഞാനെല്ലാം അവസാനിച്ചു, എന്നാൽ ഇന്നും അവസാനിക്കാത്തൊരു ഞാനുണ്ട്. മോശയെ പരിചയപ്പെടുത്തിയ ഞാൻ തന്നെയാകുന്ന ഞാൻ അരുളി ചെയ്തു എന്ന് നീ പോയി പറയുക. അതേ, പലവട്ടം നിഷേധിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം വെളിപ്പെടുത്തി മോശയിലൂടെ. അതിൽ പലതും മന്ത്രവാദികളിലൂടെ ബദലായി പ്രവർത്തിച്ചു. എന്നാൽ ദൈവമായ കർത്താവിന്റെ അയക്കപ്പെട്ട ദാസൻ മോശ ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിലേക്ക് ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നേ അത് അവസാനിപ്പിച്ചിട്ടുള്ളൂ. എന്റെ പേര് സൈന്യങ്ങളുടെ കർത്താവെന്നാണ്. അതെ, ആ ദൈവത്തോട് മത്സരിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, ക്രിസ്തുരാജന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ ക്രിസ്തുരാജ സുവിശേഷ പ്രഘോഷണ സംഘത്തിന് 100% അവകാശമുണ്ട്.
അതിനാണ് അതിന്റെ അർഹത. അതെ, ക്രിസ്തുരാജന്റെ പ്രദക്ഷിണം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തന്റെ മഹത്വത്തിന്റെ അടയാളം പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആകാശം ഞെട്ടിവിറച്ചു. മേഘം, കാർമേഘ പാളികൾ പരിഭ്രാന്തരായി. കൊടുങ്കാറ്റുണ്ടായി, മഴയുണ്ടായി, ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. എന്നാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അത് അവസാനിപ്പിച്ചുകൊണ്ട് താൻ നിശ്ചയിച്ചിട്ടുള്ള 3 മണിക്ക് പ്രദക്ഷിണം ഇവിടെ നിന്ന് ആരംഭിച്ചു, വെയിലോടുകൂടി. അതാണ് ക്രിസ്തുരാജൻ. അതുകൊണ്ട് ആ ക്രിസ്തുരാജന്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾക്ക് ഈ ഭൂമിയിലെ സകല ജനത്തിനും ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. അന്ന് പീലാത്തോസിന് മുൻപിൽ വെച്ച് പുരോഹിതന്മാർ ജനത്തെ കൊണ്ട് പറയിച്ചു, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുക. അവർ വിളിച്ചു പറഞ്ഞു, പുരോഹിതന്മാരെ അനുസരിക്കുന്ന ജനമേ. അന്ന് അനുസരിച്ച ജനം വിളിച്ചു പറഞ്ഞു ആരെ കൊല്ലാൻ. ഇന്ന് വിളിച്ചു പറയുന്നു ആ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന അഗസ്റ്റിൻ പുലിക്കലിനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുമ്പോ വിളിച്ചു പറയുന്ന ജനമേ, സത്യത്തെ കുറിച്ച് അറിയുവാൻ നിങ്ങളുടെ ചെവി തുറക്കും, മനസ്സ് തുറക്കും. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിലൂടെ ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, അന്ന് നീതിമാനും നിഷ്കളങ്കനും സ്നേഹസമ്പൂർണനും സമാധാനകാംക്ഷിയുമായ യേശുവിനെ ക്രൂശിച്ചുകൊണ്ട് ബറാബാസായ കള്ളനും കൊലപാതകിയും രക്തദാഹിയുമായ ബറാബാസിനെ ചോദിച്ചു വാങ്ങാൻ പ്രേരിപ്പിച്ച പുരോഹിതരും ആ പ്രേരണയിൽപ്പെട്ട് അത് വിളിച്ചു പറഞ്ഞ ജനവും ഇന്ന് തിരിച്ചപേക്ഷിക്കേണ്ടിയിരിക്കുന്നു ലോകത്തിന് സമാധാനം ലഭിക്കുവാൻ. ഇന്ന് പുരോഹിതന്മാർ മദ്യഷാപ്പുകൾ അടപ്പിക്കാൻ നടക്കുന്നു, സമാധാനം ഉണ്ടാക്കാൻ. നാണമാകുന്നില്ലേ? ദൈവമായ കർത്താവ് കൊടുത്തിട്ടുള്ളതാണ് മദ്യം. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടേണ്ടതിനുള്ള ഒരു മാർഗമാണ് മദ്യപാനം. ശപിക്കപ്പെട്ടവർക്കുള്ള നാശത്തിന്റെ അനുഭവത്തിനു വേണ്ടി ദൈവം അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ് മദ്യം. അത് നിർത്താൻ പുരോഹിതന്മാർ പറയാൻ അവർക്ക് എന്ത് വിവരമുണ്ടെന്നാണ് ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുന്നത്. ശപിക്കപ്പെട്ടവർക്ക് നശിക്കുവാൻ വേണ്ടി ദൈവം അനുവദിച്ച് സൃഷ്ടിച്ചിട്ടുള്ളതാണ് മദ്യം. അത് ദൈവികമായ തീരുമാനമാണ്. പുരോഹിതന്മാർ ചെയ്യേണ്ടതല്ല. കർത്താവിന്റെ സുവിശേഷത്തിലൂടെ ശാന്തി സമാധാനവും നൽകുക എന്നതാണ്. യേശുവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നതാണ് അവർ ചെയ്യേണ്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു സഭയിലെ പിതാവിനോട് ചോദിച്ചു, സുവിശേഷം പ്രസംഗിക്കാനുള്ള അധികാരം എവിടെ നിന്നാണ് ലഭിക്കുക? സെമിനാരിയിൽ നിന്നാണോ അത് സ്വർഗത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചു. അത് പിന്നെ സ്വർഗത്തിൽ നിന്നല്ലേ? അതെ, ഞാൻ സെമിനാരി പോണ്ട, ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നവൻ സുവിശേഷം പ്രസംഗിക്കുന്നത് സെമിനാരിയിൽ പോയി പഠിച്ചിട്ടുള്ളവർ കേട്ടനുസരിച്ചാൽ അവർ രക്ഷപ്പെടും. അത് മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ ഇനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അഗസ്റ്റിൻ പുലിക്കലിനെ ഒലത്തിയതുകൊണ്ടൊന്നും യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചതുകൊണ്ടും യേശുവിന്റെ അപ്പസ്തലന്മാരെ വിവിധ രീതിയിൽ കൊലപ്പെടുത്തിയതുകൊണ്ടും യേശുവിന്റെ ദൈവത്തിന്റെ മഹത്വവും മനുഷ്യരോടുള്ള സ്നേഹവും അവസാനിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഒരു പിശാചിനും സാധ്യമല്ല. അവിടുത്തെ തീരുമാനം നടത്തും. ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു പിശാചും മനുഷ്യരും അവരുടെ ആധിപത്യവും എല്ലാം. അവിടുന്ന് ഇഷ്ടമുള്ളത് ചെയ്ത് അവസാനിപ്പിക്കും. അവർക്ക് ഇഷ്ടം നിറവേറ്റും. ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങ് സകലത്തെയും കീഴടക്കി ഭരിക്കുന്നത് ഈ ലോക ജനം കാണട്ടെ. അതാണ് എന്റെ പ്രാർത്ഥന.